അച്ഛനാ മണവാട്ടിയെ മോതിരം ധരിപ്പിക്കുന്നവരാ? അതും അച്ഛനാണ്. അപ്പൊ കണ്ടു നിന്ന ഒരാൾക്ക് ഭയങ്കര കഷ്ടം തോന്നി. ദൈവമേ, ഈ അച്ഛനാണോ ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്? അവരങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ മോതിരം ഇടേണ്ടത്? ഇതെന്താ ഈ അച്ഛനെ മോതിരം ഇട്ട് കൊടുത്തത്? കേട്ടോണ്ട് നിന്ന് യാക്കോബായക്കാരൻ ചോദിക്കുക, അല്ലെങ്കിൽ അതെ ഈ കത്തനർക്ക് എന്താ? അതെന്താ അച്ഛൻ മോതിരം ഇട്ട് കൊടുക്കാൻ കാരണം? പലരുടെയും ധാരണ അവർ തമ്മിലാണ് മോതിരം ഇടേണ്ടതെന്നാണ്. ഈ വിവാഹം സ്വർഗത്തിലെ തീരുമാനമാണ്. ഈ മക്കളെ ഒന്നാക്കി ചേർക്കാൻ ദൈവമാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് കർത്താവാണ് അവരെ മോതിരം ധരിപ്പിക്കുന്നത്. കർത്താവിന്റെ പ്രതിനിധിയായ പുരോഹിതൻ കർത്താവിന് വേണ്ടി അവരെ മോതിരം ധരിപ്പിക്കുന്നതാണ് കണ്ടത്. അവർ തമ്മിൽ മോതിരമിട്ടാൽ അത് മനുഷ്യർ തമ്മിലുള്ള ഉടമ്പടിയാണ്. ഇത് കർത്താവും ഈ കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് മോതിരം പുരോഹിതൻ ധരിപ്പിച്ചത്. പുരോഹിതൻ തന്നെ ധരിപ്പിക്കണം. ഇപ്പോൾ കാലം മാറി. നമ്മൾ തന്നെ മോതിരം ഇടാൻ തുടങ്ങി, തന്നെ ജീവിക്കാൻ തുടങ്ങി, തന്നെ തല്ലിപ്പിരിയാൻ തുടങ്ങി. ഡൈവേഴ്സുകളുടെ എണ്ണം കൂടുന്നത് തന്നെ മോതിരം ഇട്ട് തുടങ്ങിയ പിന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ സർവ്വേ നടത്തിക്കോ? പുരോഹിതൻ മോതിരം ഇട്ട കാലത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം ഞങ്ങൾ തീരുമാനിക്കും. അച്ഛോ ഇതിങ്ങോട്ട് വാഴ്ത്തിത്ത കൽപ്പനയാണ്. അച്ഛൻ കൽപ്പന കൊടുക്കുന്ന അൽമായക്കാരപ്പോൾ ഏത് കല്യാണത്തിന് മോതിരം വാഴ്ത്തിത്തരാൻ? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എൻഗേജ്മെന്റിന്റെ ദിവസം അച്ഛൻ മോതിരം വാഴ്ത്തിത്തരണം. ഞാൻ പറഞ്ഞു, അംശവസ്ത്രങ്ങൾ ധരിച്ച് ദൈവാലയത്തിൽ വെച്ചാണെങ്കിൽ ഞാൻ മോതിരം വാഴ്ത്താം. ഞാൻ വാഴ്ത്തിയതാണോ ഞാൻ ഇടും. സഭ അതേ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വാഴ്ത്തി തരുന്ന പരിപാടിക്ക് തന്നെ കിട്ടത്തില്ല, നിങ്ങൾ തന്നെ വാഴ്ത്തി കിട്ടാൽ മതി. ഒത്തിരി പേരോട് പിണങ്ങിയിട്ടുണ്ട്. ഭയങ്കര കടുപ്പമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്രമക്കേടാണ് പ്രിയപ്പെട്ടവരെ, ക്രമക്കേടാണ്. ഓ അച്ഛൻ വാഴ്ത്തില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് അതിലും വലിയ പുള്ളികൾ വാഴ്ത്തി തരാനുണ്ട്. ആയിക്കോട്ടെ, ക്രമക്കേട് ചെയ്യാൻ പാടില്ല. ഇത് ഒരു ചട്ടക്കൂടാണ്. ഇത് സഭയുടെ ചട്ടക്കൂടാണ്. പുരോഹിതനാണ് ഇത് ചെയ്യേണ്ടത്. ക്രമക്കേട് തെറ്റിച്ചാൽ ക്രമം തെറ്റിച്ചാൽ അത് ക്രമക്കേടാണ്. അതിൽ ജീവിതകാലം മൊത്തം ക്രമക്കേടായിട്ടാണ്. ക്രമം തെറ്റിക്കരുത്. പ്രിയപ്പെട്ടവരെ, മോതിരം ക്രിസ്തു സഭയും തമ്മിലുള്ള വിവാഹത്തിന്റെ 3-ാം ഘട്ടം വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് കിരീടധാരണമാണ്. മധ്യാകാശത്ത് വരുന്ന കർത്താവ് പിതാവാ ദൈവത്താൽ വാഴ്ത്തി കൊടുത്തയക്കുന്ന തങ്കക്കിരീടം തന്റെ മണവാട്ടിയുടെ ശിരസിൽ അണിയിക്കുന്ന സുന്ദര നിമിഷം. അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മൾ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. ഇതിന്റെ പ്രതീകമായി മണവാളനെയും മണവാട്ടിയെയും ആലയത്തിൽ വെച്ച് കിരീടം ധരിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ കിരീടമൊന്നും കാണുന്നില്ല. പക്ഷേ സ്ഥിരവാമുദ്രിതമായ മാലാ കിരീട രൂപത്തിൽ അലങ്കരിച്ച് പിടിച്ച് സ്വർഗത്തിൽ നിന്ന് ആഘോഷിച്ച് താഴോട്ടിറക്കുകയാണ്. വാനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷം ഇറങ്ങുന്നു. മണവാളനെ ആചാര്യൻ അണിയിക്കും. അതുപോലെ മണവാട്ടിയുടെ ശേഷം അണിയിച്ച് മാല അങ്ങ് ഇട്ട് കൊടുക്കുക. ശരിക്കും മാല ഇടുകയല്ല, കിരീടം വയ്ക്കുക. കണ്ടു നിൽക്കുന്നവർ ചോദിക്കുന്നത്, എന്താ ഈ അച്ഛനാണോ ഈ പെണ്ണിനെ കെട്ടുന്നത്? അച്ഛനാണോ മാല ഇടുന്നത്? മാല ഇടുകയല്ല. അക്ഷയഭംഗിയും അലങ്കാരങ്ങളുമുള്ള കിരീടം കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കിരീടം വെച്ചു കൊടുക്കുന്നത്. അത് യേശു സഭയെ കിരീടം ധരിപ്പിക്കുന്നതിന്റെ പ്രതീകമാണ്. എത്ര സിംബോളിക്കാണ്. പ്രിയപ്പെട്ടവരെ കേൾക്കുക, ഈ കിരീടം രണ്ടുപേരെയും അണിയിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടുപേരുടെയും കിരീടം തമ്മിൽ വ്യത്യാസമുണ്ട്. മണവാളന്റെ ശിരസിൽ വെച്ച കിരീടം വേറെ, മണവാട്ടിയുടെ ശിരസിൽ വെച്ച കിരീടം വേറെ. എന്താണ് ഈ കിരീടം തമ്മിൽ വ്യത്യാസം? കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്കത് അറിയില്ല. അതാണ് കുഴപ്പം. മണവാളന്മാരെ, നിങ്ങളുടെ ശിരസിൽ വിവാഹ നാളിൽ വെച്ചത് മശിഹായുടെ ശിരസിൽ വെച്ച മുൾക്കിരീടമാണ്. മണവാട്ടിമാരെ, വിവാഹ നാളിൽ നിങ്ങളുടെ ശിരസിൽ വെച്ചത് രാജകുമാരിമാർ ശിരസിൽ അണിയുന്ന രാജമുടിയാണ്. വെറുതെ പറഞ്ഞതല്ല. അവസാനം പാടിയത് ആ വരികളാ. നിങ്ങൾ കേൾക്കാൻ പള്ളിയിലായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം, മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശ്യം. സതി രാജകുമാരി, പാവം മണവാളന്മാരെ. കല്യാണത്തിന്റെ ദിവസം മുൾക്കിരീടം തലയിൽ കിട്ടിയതാണ്. അർത്ഥാൽ ഇന്ന് കർത്താവായ യേശുമശിഹ സഭയ്ക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ച് ത്യാഗമേറ്റ് അവളെ സംരക്ഷിച്ചതുപോലെ മരണപര്യന്തം നിന്റെ മണവാട്ടിക്ക് വേണ്ടി ശിരസിലൊരു മുൾക്കിരീടം എന്നതുപോലെ അവൾ നിനക്ക് ഇരിക്കും. നീ അവളെ കരുതിയും സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചും കൈകാര്യം ചെയ്യണം. കൈകൊണ്ട് കാര്യം ചെയ്യണം എന്നല്ല, കൈകാര്യം ചെയ്യണം. ഓ എന്ത് സന്തോഷം നിങ്ങൾക്ക് ഈ സ്ത്രീകളുടെ
സൂര്യൻ ഉദിച്ചതുപോലെ പെട്ടെന്ന്. പക്ഷെ കുഴപ്പം ഇതാണ് സത്യമെന്നറിയാമായിരിക്കെ ഞാൻ ഈ ആളുകളെ കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കും മുഖത്തേക്ക്. മിക്കവാറും പുരുഷന്മാര് ഭയങ്കര സന്തോഷത്തിലാണ്. മുഴുക്കിരിയുടെ തലയിലിരിക്കുന്ന ആളുടെ മുഖത്ത് എന്തായാലും ഒരു വല്ലായ്മ ഉണ്ടാവണമല്ലോ. പക്ഷെ ആണുങ്ങൾക്ക് ഒരു കുസുമില്ല. പെണ്ണുങ്ങളുടെ തലയിൽ രാജമുടിയായിരിക്കുന്നു, പക്ഷെ ഒറ്റയെണ്ണത്തിന് സമാധാനമില്ല. നെറ്റി നിറത്തിലേക്ക് ഒരു ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എനിക്ക് പൊതുവെ ഇങ്ങനെ ഒരു കാര്യം തോന്നുകയാണ്. ഈ പുരുഷന്മാർ അവരുടെ കായിക ബലം ഉപയോഗിച്ച് ഈ പാവപ്പെട്ട പെണ്ണിന്റെ രാജമുടി തട്ടിയെടുത്തു, എന്നിട്ട് സ്വന്തം മുൾക്കിരണം അവരുടെ തലയിൽ അടിച്ചിറക്കി വെച്ചു കൊടുത്തു. അത് ഈ പെണ്ണുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, പാവം. പക്ഷെ ഒരു സത്യം പറയട്ടെ, ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ആണുങ്ങളുടെ തലയിൽ മുൾക്കിരീടവും പെണ്ണുങ്ങളുടെ തലയിൽ രാജമുടിയുമാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും മനസ്സിലാവും. ഈ പാവാണുങ്ങൾ ഇരിക്കുന്നുണ്ട്, എനിക്ക് സങ്കടം തോന്നുന്നു. അച്ചോ എന്ന് രണ്ട് സ്ത്രീകൾ മനസ്സിൽ ഉറക്കം വിളിച്ചത് ഞാൻ അവിടെ നിന്ന് കേട്ടു. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, നിങ്ങളുടെ കാര്യം എക്സംഷനാണ്. ഭൂരിപക്ഷം അങ്ങനെയല്ല. മുൾക്കിരീടമാണ്. ഒരു മണവാളന്, ഒരു പുരുഷന് അവന്റെ പങ്കാളി ഒരു മുൾക്കിരീടം പോലെയാണ്. അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്, കഷ്ടപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. അത് ഓർമ്മയിൽ വെക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ മുൾക്കിരീടം തലയിലുണ്ടല്ലോ എന്നോർത്ത് കൂടുതൽ ടെൻഷൻ ഒപ്പിക്കരുത്. ക്രിസ്തു സഭയെ കിരീടം ധരിപ്പിക്കും. അതിന് സമമാണ് ഇവിടെ. ക്രിസ്തു മുൾക്കിരീടമേറ്റ് സഭയെ കിരീടം ധരിപ്പിച്ചു, അതുപോലെ മണവാളൻ മുൾക്കിരീടമേറ്റ് മണവാട്ടിയെ രാജമുടി ധരിപ്പിച്ചു. എത്ര മനോഹരമായ സിംബലാണ്. വിവാഹത്തിന്റെ 4ാമത്തെ ഘട്ടം മണവറവാസമാണ്. ക്രിസ്തു വന്ന മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് ഒരുക്കപ്പെട്ട സ്വർഗമണവറയിൽ ചെന്ന് നിത്യകാലം അവളോട് കൂടെ വാഴും. മണവാളന്റെ വീട്ടിൽ ഒരുക്കപ്പെട്ട മണവറയിൽ അവന്റെ മാർവിൽ ചേരുമ്പോഴാണ് മണവാട്ടി യഥാസ്ഥാനപ്പെടുന്നത്. ക്രിസ്തു സഭയും തമ്മിലുള്ള പരിശുദ്ധ ബന്ധമാണ് ഒരു വിവാഹ ബന്ധമെങ്കിൽ പ്രിയപ്പെട്ടവരെ, കുടുംബം ഒരു കൂദാശയാണ്. അതിന്റെ പരിപാവനത സൂക്ഷിക്കപ്പെടുന്നുണ്ടോ? അതിന്റെ വിശുദ്ധി സൂക്ഷിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ഒരു വലിയ വെല്ലുവിളിയായി മാറുകയാണ്. അപ്പോൾ ഒന്ന്, കുടുംബം സഭയുടെ അടിസ്ഥാന ഘടകമാണ്. 2, കുടുംബം കൂദാശയാണ്. 3, കുടുംബം ഒരു വിദ്യാലയമാണ്. എന്താണ്? കേട്ടില്ല? വിദ്യാലയമാണ്. ഒരു കുഞ്ഞ് അതിൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് എപ്പോഴാണ്? എവിടെയാ? സൈക്കോളജിക്കൽ സർവേ പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി 5ാം മാസത്തിൽ ഒരു കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഗർഭപാത്രത്തിൽ വച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി 5ാം മാസം ഒരു കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ മുതൽ ആ കുഞ്ഞിന് ബാഹ്യലോകത്ത് നടക്കുന്ന സംഗതികൾ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീ അസാമാന്യമായ മനസംഘർഷം അനുഭവിച്ചാൽ ആ കുഞ്ഞിനെ അത് എഫക്ട് ചെയ്യും. അത്യാഹ്ലാദം അവൾ അനുഭവിച്ചാൽ അതും ആ കുഞ്ഞിനെ ഫീൽ ചെയ്യും. അവിടെ ഏതെങ്കിലും ഒരു മൊമെന്റിൽ താങ്ങാനാകാത്തൊരു ടെൻഷൻ വന്ന് ബോധം കെട്ട് താഴെ പോയാൽ അത് ആ കുഞ്ഞിനെ ബാധിക്കും. ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരു വയലൻസിക്ക് വിധേയപ്പെട്ടിട്ട് അവർക്ക് ഫിറ്റ്സ് വന്നാൽ പിറക്കുന്ന കുഞ്ഞ് എപ്പിലെപ്റ്റിക് ആകാനുള്ള സാധ്യത 90%. ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീ ഒരു ഡിസോർഡർ പേഴ്സണാലിറ്റിക്ക് വിധേയപ്പെട്ടു പോയാൽ പിറക്കുന്ന കുഞ്ഞ് മെന്റലി റിട്ടാർഡ് ആകാനും ഭാവിയിൽ ഒരു ഡിപ്രഷൻ പേഷ്യന്റ് ആകാനുമുള്ള സാധ്യത വളരെ കൂടുതൽ. ഗർഭാവസ്ഥ മുതൽ കുഞ്ഞിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഒരു ഗർഭിണി ഒരു പരിധി കൂടി സ്ട്രെസ് എടുക്കാൻ പാടില്ല, ടെൻഷൻ പിടിപ്പിക്കരുതെന്ന്. നിന്റെ കുഞ്ഞിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നീ കുഴപ്പത്തിലാക്കരുത് എന്ന്, രോഗിയാക്കരുത് എന്ന് അമ്മമാരോടും കൂടെയാണ്. ചില സ്ത്രീകളും ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാക്കും, എപ്പോഴും അലയും മുറയും ബഹളവും. ഞാനിപ്പോൾ ഓർക്കുന്ന ഈ കാർന്നവന്മാരുടെ വിവേകത്തെ കുറിച്ചാണ്. പണ്ടൊക്കെ വിവാഹത്തിന് കൂട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് വലിയൊരു പരിപാടിയാണ്. പോകുമ്പോൾ
ഒരു ബൈബിളും ഒരു നമസ്കാര പുസ്തകവും ഈ പെണ്ണിന് കൊടുത്തയക്കും കാർന്നമാര്, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട്. എന്തിനാണ്? പേടിയാവാതെ തലയ്ക്ക് വയ്ക്കാൻ. അല്ല, നീ ഇത് വായിക്കണം, നീ പ്രാർത്ഥിക്കണം, മുഴുവൻ സമയം നിന്റെ മനസ്സ് പ്ലസന്റ് ആയിരിക്കണം, നീ പോസിറ്റീവ് ആയിരിക്കണം. അതത്രയും നിന്റെ കുഞ്ഞിന് കിട്ടും. നിങ്ങൾ ശരിക്കും സർവേ നടത്തിക്കോ? പ്രഗ്നൻസി പീരീഡിൽ ഒരു പെൺകുട്ടി അനുഭവിച്ച ടെൻഷൻ ആ കുഞ്ഞിൻ്റെ ആക്ടിവിറ്റീസ്, ആണായാലും പെണ്ണായാലും. ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവാണ്. ഈ പെൺകുട്ടി അനുഭവിച്ച മനസംഘർഷത്തിൽ നിന്ന് ഗർഭത്തിൽ വെച്ച് കിട്ടിയ ട്രീറ്റ്മെന്റാണ്. ചില കുഞ്ഞുങ്ങൾ ഗ്ലൂമിയാണ്. ഈ അമ്മ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ മണിക്കൂറുകളിൽ നിന്ന് കുട്ടിക്ക് കിട്ടിപ്പോയതാണ്. ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ഹാർട്ട് ബീറ്റ് എപ്പോഴും കൂടിക്കൊണ്ടിരുന്ന അമ്മ പേടിയാവുക. ഭർത്താവിനെ പേടി, അമ്മയെ പേടി, അപ്പനെ പേടി, അമ്മാവിയമ്മയെ പേടി. ഈ പേടിയിൽ നിന്ന് ഈ കുഞ്ഞിന് കിട്ടിപ്പോയതാണ്. പിറന്നു വീണ് 5 വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞിനെ ഇടിച്ചു കുത്തി പഠിപ്പിക്കാൻ നിൽക്കുന്ന അപ്പനമ്മമാർ അറിയണം, ഗർഭത്തിൽ ഉരുവായി 5 മാസം ഒരു കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഭൂമിയിലേക്ക് പിറന്നു വീണാൽ കൊച്ചു കുഞ്ഞിനൊന്നും അറിയില്ല എന്ന് അപ്പൻ്റെ അമ്മയുടെ വിചാരം. നിങ്ങളോടൊരു കാര്യം പറയാം, ഒരു കുട്ടി ഒരു ഡിജിറ്റൽ മൂവി ക്യാമറയാണ്, ഒരു കുഞ്ഞ് ഒരു ഡിജിറ്റൽ മൂവി ക്യാമറയാണ്. കംപ്ലീറ്റ് കാര്യങ്ങളും ആ കുട്ടി ഒപ്പിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ രഹസ്യ ക്യാമറകൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ പ്രത്യേകിച്ചുണ്ട്. നമ്മൾ ചെയ്യുന്ന മുഴുവനും ക്യാമറ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞൊരു വീട്ടിലുണ്ട്, നമ്മൾ പറയുന്നതോ നമ്മൾ ചെയ്യുന്നതോ കുഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചെയ്തുകൊണ്ടിരുന്നാൽ വെറുതെ തോന്നുന്നതാണ്. ആ കുട്ടി കംപ്ലീറ്റ് ക്യാച്ച് ചെയ്യും. അവസരം പോലെ റീപ്ലേസ് ചെയ്യും. പ്രത്യേകിച്ച് 5 വയസ്സ് വരെ ഒരു കുട്ടി അത്യന്തം പവർഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ മൂവി ക്യാമറയാണ്. 5 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലോകം മറ്റ് പലയിടത്തേക്കുമായിട്ട് സ്പ്രെഡായി പോകും, പലതിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. അപ്പോൾ കോൺസെൻട്രേഷൻ കുറയും. 5 വയസ്സിലുള്ള കുട്ടിയെ ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ എന്തെളുപ്പം ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, അതങ്ങ് അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് റിപ്ലേസ് ചെയ്യും. പിന്നെ പഠിപ്പിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയുടെ ഗർഭത്തിലുരുവായി 5-ാം മാസം മുതൽ ഭൂമിയിൽ പറന്നു വീണ് 5 വയസ്സ് വരെയാണ് ഒരു കുഞ്ഞിൻ്റെ യഥാർത്ഥ എഡ്യൂക്കേഷൻ. ഈ സമയം അത്രയും അമ്മയുടെ ഉള്ളിലും അമ്മയോട് കൂടെയും അച്ഛനോടൊപ്പവും അപ്പനോടൊപ്പവും കുടുംബാന്തരീക്ഷത്തിലുമാണ് കുഞ്ഞ് ശരിയായ വിദ്യാലയം, വീടാണ്. അവിടെയാണ് ആ കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്, സ്റ്റൈൽ രൂപം കൊള്ളുന്നത്, ചിത്രം ഉള്ളിൽ വരയ്ക്കപ്പെടുന്നത്, ഭാവിയിൽ ഈ കുഞ്ഞ് സ്വയം കണ്ടെത്തപ്പെടുന്നത്. ഈ 5 വയസ്സിനുള്ളിൽ ഈ കുഞ്ഞിനേൽക്കുന്ന എല്ലാ മുറിവുകളും മരണം വരെ ആ കുഞ്ഞിന് വേട്ടയാണ്. ഈ 5 വയസ്സിലുള്ള കുഞ്ഞിന് കിട്ടുന്ന എല്ലാ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പ്രലോഭനങ്ങളും മരണം വരെ ആ കുഞ്ഞിനെ പിന്തുടരും. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി മുഴുവനും നിർണ്ണയിക്കാൻ ഈ ഒരു പീരീഡിന് കഴിയും. എന്താ തോന്നണേ? മക്കളെ കുറിച്ച് ആൻസൈറ്റി തോന്നുന്നുണ്ടോ? ചിലരെങ്കിലും ഉള്ളിൽ പറയുന്നുണ്ട്, ദൈവമേ ഒരു 5-8 കൊല്ലം മുമ്പ് ഈ അച്ഛനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഈ ക്ലാസ് ഒന്ന് കേൾക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയല്ലായിരുന്നു. ചിലർ പറയുന്നത് ഞാൻ കല്യാണമേ കഴിക്കില്ല. എനിക്കിവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളൊക്കെ ഉള്ളിൽ പറയണവേ. ഇനി തിരുത്താനാകില്ല, പക്ഷേ ഇനിയും വീട് വിദ്യാലയമാണ്. വീടിന്റെ അന്തരീക്ഷത്തിൽ പേരൻസ് പറയുന്ന സ്റ്റൈലിനാണ് കുഞ്ഞുങ്ങളും പറയുക, പ്രവർത്തിക്കുന്ന സ്റ്റൈലിനാണ് കുഞ്ഞുങ്ങളും പ്രവർത്തിക്കുക. ആണോ? പേരൻസ് പള്ളിയിൽ പോയാൽ മക്കളും പള്ളിയിൽ പോവും. പേരൻസ് വൈകിട്ട് വായ വിരിച്ച് പ്രാർത്ഥിച്ചാൽ മക്കളും വായ വിരിച്ച് പ്രാർത്ഥിക്കും. പേരൻസ് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നാൽ കുഞ്ഞുങ്ങളും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കും. പേരൻസ് ടിവിയുടെ മുമ്പിൽ ഇരുന്നാൽ കുട്ടികളും ടിവിയുടെ മുമ്പിൽ ഇരിക്കും. പേരൻസ് കഴിച്ച് ശീലിക്കുന്ന ഭക്ഷണം കുട്ടികളും കഴിച്ച് ശീലിക്കും. പേരൻസ് ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ശീലിച്ച കുട്ടികൾ ഭാവിയിൽ അത് തന്നെ ശീലിക്കും. പേരൻസ് വീട്ടിൽ ചെന്നിരുന്ന് പള്ളിയിലെ പൊളിറ്റിക്സിനെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആരും പറയണ്ട, ഭാവിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയിരിക്കും. അവർ ജന്മകാലം പള്ളിയിൽ ആർക്കും സമാധാനം കൊടുക്കത്തില്ല. കുഞ്ഞു ചെറുപ്പത്തിൽ കിട്ടിയതാണ് ഈ പള്ളിയിലെ പൊളിറ്റിക്സ്. അയൽവക്കത്തുകാരെ കുറിച്ച് മോശമായി മാതാപിതാക്കൾ ഇവിടെ നിന്ന് സംസാരിച്ച കുഞ്ഞിനോട് ആരും പറഞ്ഞു കൊടുക്കണ്ട. അയൽവക്കത്തെ ചേട്ടനെ റോട്ടിൽ കാണുമ്പോൾ കൊച്ചു
കൊച്ചിനോട് ആരെയും പറഞ്ഞു അയാളെ ആട്ടാൻ. അപ്പൻ്റെ അമ്മയുടെ നിലപാട്. പിന്നെ മക്കളെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഏതെല്ലാം വിധത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് പേരൻസ്. മക്കൾക്ക് ഇഷ്ടം തോന്നുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ശരിയായ ശിക്ഷണം എന്ന് പറയുന്നത് എല്ലാം കൊടുക്കുന്നതല്ല, അരുതാത്തത് കൊടുക്കാതിരിക്കുന്നതാണ്. അത് ഈ പേരൻസിന് അറിയാൻ പാടില്ല. ശരിയായിട്ട് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിശീലനം എന്ന് പറയുന്നത്, അരുതാത്തത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾ പലതും നമുക്ക് നിഷേധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് മാതാപിതാക്കൾ ശരിക്കും മക്കളെ സ്നേഹിക്കുകയല്ല, കൊല്ല. അച്ഛൻ ഉദാഹരണം പറയാം. എന്ത് പറഞ്ഞാലും ഉദാഹരണം പറയണമെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഉപമകളിലൂടെയാണല്ലോ കർത്താവ് പഠിപ്പിച്ചത് മുഴുവൻ. 2 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി, മിടുക്കൻ ഒരു ആൺകുട്ടി, മുറ്റത്ത് തത്തി കളിക്കുവാൻ. അപ്പൊ അവനൊരു കാഴ്ച കണ്ടു. ജീവിതത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച. അവന് കൗതുകമായി. പക്ഷെ ഉള്ളിൽ ഒരല്പം പേടി. അവൻ കണ്ട സാധനം അനങ്ങുന്നുണ്ട്, പക്ഷെ ഭയങ്കര രസം. എന്ത് മനോഹരം. ഈ കുട്ടി ഓടി അടുക്കള ചെന്ന് അമ്മയെ ചുറ്റി പിടിച്ച് മമ്മി വാ മമ്മി വാ മമ്മി വാ മമ്മി വാ വലിച്ച് മുറ്റത്തിറങ്ങി. എന്താ മോനെ? ഈ കുഞ്ഞ് വിരൽ ചൂണ്ടി പിടിച്ചു. മമ്മി, ആ സാധനങ്ങൾ എന്ത് രസമാ, എനിക്കതിനെ പിടിച്ചു തരണം. മമ്മി കുഞ്ഞ് ചൂണ്ടിയിടത്തേക്ക് നോക്കുമ്പോ ഒരു മൂർക്കം പാമ്പ് ഫണം തിരിച്ച് എഴുന്നേറ്റ് നിൽക്കും. കൊച്ചു ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ ഈ സാധനത്തെ. എന്ത് രസം മൂർക്കം പാമ്പിനെ കാണാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ണടയൊക്കെ വെച്ച് നല്ല സുന്ദരനായ സാധനമാണ്. ദൈവം സൃഷ്ടിച്ചത് ഏറ്റവും കൗശലവും സൗന്ദര്യവുമുള്ള സാധനമാണ് പാമ്പ് എന്ന്. ഈ പാമ്പിനെ കണ്ടപ്പോൾ കൊച്ചിന് ഭയങ്കര കൗതുകം. കിട്ടി കളിക്കാൻ കൊള്ളാലോ. കളിക്കൂട്ട എന്തോ കളിക്കോപ്പാണെന്നാ കുട്ടി. സത്യത്തിൽ അത് അനങ്ങുന്നത് കൊണ്ടാണ് കൊച്ചു പിടിക്കാതിരുന്നത്. ഈ കൊച്ചു അപ്പോഴും കയറി പിടിച്ചത്. ഈ അമ്മ അതിനെ പിടിച്ചു കൊടുക്കും. ഇല്ല. അമ്മ കുഞ്ഞിനെ വാരി എടുക്കും. മോനെ, അത് പാമ്പാ, അത് കടിക്കും. മമ്മി, എനിക്കതിനെ പിടിച്ചാൽ. മോനെ, അത് കടിക്കും, അത് പാമ്പാ, അത് കൊത്തിയാൽ നമ്മൾ മരിച്ചു പോകും. എനിക്കതിനെ പിടിച്ചേരാൻ. മോനെ, അത് പാമ്പാ, കടിക്കും, നമുക്ക് പോകാം. കൊച്ചമ്മയുടെ തലക്കെട്ടൊരു 10 ഇടി. തലമുടി വലിച്ചിങ്ങോട്ട് പറിച്ചു, ഉടുപ്പ് വലിച്ചു കീറി ഊർന്ന് തറയിലോട്ടിറങ്ങി. അമ്മ പിടിച്ചു കൊടുക്കുക. ഇത്രയും പരാക്രമം കൊച്ചു കാണിക്കില്ല. എന്നാൽ നിങ്ങൾ പിടിച്ചു കൊടുത്തേക്കെന്ന് വിചാരിക്കും. പറ. ഈ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഓടി അകത്ത് കയറുമ്പോ കുഞ്ഞു ഊർന്ന് തറയിലിറങ്ങി കാലും തറയും നിലത്തിട്ട് അടിച്ച് അമ്മ ചീത്ത അമ്മ ചീത്ത എന്ന് 1000 വട്ടം വിളിച്ചു പറഞ്ഞ അമ്മ ചീത്തയാവോ? എന്നെ പിടിച്ചു കൊടുത്തേക്കെന്ന് അമ്മ വിചാരിക്കുമോ? എന്റെ കുഞ്ഞിന് ദോഷം വരുമെന്ന് ബോധ്യമുള്ള ഒരു സംഗതി എന്ത് നഷ്ടം സഹിച്ച് നിഷേധിക്കുന്നത് ആ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് മക്കളോട് പ്രേമമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, അപ്പന്മാർക്ക് മക്കളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അവർക്കെല്ലാം കൊടുക്കുന്നതല്ലാതെ ആവശ്യമില്ലാത്തത് നിഷേധിക്കുന്നതാണ്. ദാറ്റ് ഈസ് ലവ്. ഇന്ന് പേരൻസിന് ഇത് അറിയില്ല. കൊച്ചു എന്ത് ചോദിച്ചാലായിക്കോട്ടെ, എവിടെ പോകാൻ ചോദിച്ചാലായിക്കോട്ടെ, 7 വയസ്സുള്ള കൊച്ചു മൊബൈൽ ഫോൺ വേണം, ആയിക്കോട്ടെ, ഇന്റർനെറ്റ് വേണം, ആയിക്കോട്ടെ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നില്ല. ഇല്ല. സ്നേഹിക്കുന്നുവെങ്കിൽ ആവശ്യമില്ലാത്തത് നിഷേധിക്കാൻ പഠിക്കണം. എഡിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം മക്കളെ. പാരൻസിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. വീട് വിദ്യാലയമാണ്. ഇനി നിങ്ങൾ നാട്ടിലേക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ യാത്ര പോകാറുണ്ടല്ലോ അല്ലേ? ജനിച്ച നാട്ടിലേക്ക് കാരണന്മാരുടെ കാര്യമല്ലേ? അവിടെ ചെന്നാൽ ഈ വിദേശ മലയാളികൾ നാട്ടിലെത്തിയാൽ ചെയ്യാറുള്ള പ്രധാന പരിപാടി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കുമരകത്തൊരു ബോട്ട് ബുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് പോവുക, അവിടെ പോയി കിടക്കും ഒരു 4 ദിവസം ഹൗസ് ബോട്ടിൽ, അല്ലെങ്കിൽ 3-4 റിസോർട്ട് ബുക്ക് ചെയ്യും, അവിടെ പോയി കിടക്കും 4 ദിവസം, അല്ലെങ്കിൽ നേരെ ബോൾഗാട്ടിക്ക് പോകും. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉല്ലാസ കേന്ദ്രത്തിൽ പോകും, അടിച്ച് പൊളിച്ച്. അപ്പനമ്മയും മിക്കവാറും കടു പിടിച്ച് ബോധം കിട്ടെടുക്കും. പിള്ളേരെ അവർ തോന്നി വരുന്നത് പിക്നിക്ക്. ഞാനൊരു
ഒരിക്കൽ ബഹ്റൈൻ സന്ദർശിച്ചപ്പോൾ ഒരു മനുഷ്യനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ എല്ലാ കൊല്ലം നാട്ടിൽ വരും, നാട്ടിൽ വന്ന പിള്ളേരെ കൊണ്ട് ഞങ്ങൾ മൂന്നാറിൽ പോകും, വയനാട്ടിൽ പോകും, ആനയെ കാണാൻ പോയി, അവിടെ പോയി, ഇവിടെ പോയി. ഞാൻ പറഞ്ഞു മേലിൽ പോകരുത്. ആ മനുഷ്യൻ ചോദിച്ചാൽ എന്താച്ചാ, അടുത്ത പ്രാവശ്യം പോലെ നാട്ടിൽ വരുമ്പോ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊണ്ട് ടൂർ പോകണം, തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക്. രാവിലെ 7 മണിക്ക് അവിടെ ചെന്ന് തലയിൽ മുടി കൊഴിഞ്ഞു പോയ, അമ്മയുടെ പാല് കൂടി മാറാത്ത 300, 400, 700, 800 കുഞ്ഞുങ്ങളെയും കൊണ്ട് ക്യൂ നിൽക്കുന്ന അമ്മമാരെ കാണാം. കീമോയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലേക്ക് ചെന്നാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ വന്ന് പഴുത്തഴുകി പൊട്ടി ചീഞ്ഞു നാറുന്ന മനുഷ്യരെ കാണാം. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ ഒരാമ്പിയുള്ളിന് ഇരക്കുന്ന, ഒരു ഇഞ്ചക്ഷന്റെ മരുന്നിന് വേണ്ടി ഇരക്കുന്ന പാവങ്ങളെ കാണാം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കരയുന്ന പാവങ്ങളെ കാണാം. അവിടെയാ ടൂർ പോകേണ്ടത് മക്കളെയും കൊണ്ട്. അവരുടെ കണ്ണിന് തെളിച്ചമുണ്ടാവും. അപ്പോ അവർ കാണും വേദനിക്കുന്ന ജനത്തിന്റെ വേദന എന്താണെന്ന്. ഷൂവിൽ നിന്ന് കാലൂരാത്ത മക്കൾ കാണും വെറും നിലത്ത് ചവിട്ടി നിൽക്കുന്നവരുടെ കാലിന് പൊള്ളൽ. ഇത് കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. നിങ്ങൾ ആ മനുഷ്യന് വല്ലാതെ വേദനിച്ചു. ഈ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് 6 വർഷമായി. ആ മനുഷ്യൻ കഴിഞ്ഞ മാസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പൊട്ടിക്കരച്ചു. അച്ഛാ, എൻ്റെ 2 മക്കൾക്കും കാഴ്ചയുണ്ടായി. പോക്കറ്റ് മണി മുഴുവനും അവർ അതിനു വേണ്ടി മാറ്റിവെക്കുക. നാട്ടിൽ പോകുന്നത് 1 വർഷത്തിൽ 1 എന്നുള്ളത് വർഷത്തിൽ 3 ചുരുക്കി കൂട്ടി. പോകുമ്പോഴെല്ലാം ഞങ്ങൾ RCC കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകും, കുഷ്ഠരോഗികളുടെ ആശുപത്രിയിൽ പോകും. വാരി കൊടുക്കാൻ മക്കളെ. ഞാൻ ചോദിക്കും, മക്കളെ ഇങ്ങനെ കൊടുക്കാൻ? പപ്പാ, ആഹാരം കഴിപ്പാൻ ഞങ്ങൾക്ക് മുട്ടില്ലാത്തപ്പോൾ കൊടുക്കരുതെന്ന് ഞങ്ങളോട് പറയരുത്. നിർബന്ധിച്ചതല്ല, കുട്ടികൾ അറിഞ്ഞു ഇങ്ങനെ ഒരു ലോകമുണ്ട്. എവിടേക്കാ പറയണം? എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്? തിരുത്തപ്പെടണം. ഞങ്ങൾ വളർത്തുന്നുണ്ട് കുറെ മക്കളെ, മാതാപിതാക്കളില്ലാത്തവരും മാതാപിതാക്കൾക്ക് വേണ്ടാത്തവരും, അപ്പൻ മനോരോഗിയും അമ്മ തളർവാദ രോഗിയും ഒക്കെ ആയ മക്കളെ. 60 ആൺകുട്ടികളും 55 പെൺകുട്ടികളും കൂടി ഞങ്ങൾക്ക്. അച്ഛൻ യാക്കോബായ സുറിയാൻ സഭയിലെ പരിശുദ്ധ പത്രീസ് ബാവായുടെ കീഴിലുള്ള മലങ്കരയിലെ ഏറ്റവും വലിയ മിഷണറി പ്രസ്ഥാനമായ പൗരസ്ത്യ സുവിശേഷമായതിന്റെ ശുശ്രൂഷകരാണ്. ഞങ്ങളുടെ ഹെഡ് ഓഫീസ് കോംപ്ലക്സിനകത്തുണ്ട് 60 ആൺകുട്ടികൾ. 12 കിലോമീറ്റർ അപ്പുറത്തുണ്ട് 55 പെൺകുട്ടികൾ. ഓരോ വർഷവും ഞങ്ങൾ മക്കളെ ചേർക്കുന്നു. പിരിഞ്ഞു പോകുന്നവർക്ക് പകരം ഇവിടെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ പടം മേശപ്പുറത്തേക്കുണ്ട്. അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബൈബിൾ അനുസരിച്ച് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ കുട്ടികളെ പിരിച്ചയക്കണം. ആണായാലും പെണ്ണായാലും പിരിച്ചയക്കണം. ബൈബിൾ 3 വർഷം മുമ്പ് പെൺകുട്ടികളുടെ ഓർഫണേജിന്റെ ചുമതലയിലുള്ള മാതൃ എന്നെ വിളിച്ചു, അച്ഛാ ഒന്നിവിടെ വരെ വരണം. ഞാനവിടെ ചെന്നു. എന്താ മച്ചി? ഈ പിള്ളേരോട് അച്ഛൻ സമാധാനം പറയണം. പവിഴം പോലെ 2 പെൺപിള്ളേർ, ഇരട്ട പിറന്ന കുഞ്ഞുങ്ങളാ. കുഞ്ഞു പ്രായത്തിൽ വന്നതാ അവിടെ. എന്താ മക്കളെ? 2 നിന്ന് പോവട്ടെ നേരം വിളിക്കുക. അച്ഛാ, ഇവര് 2 ആളും +2 പാസ്. ഒരാൾക്ക് 75% മാർക്കും ഒരാൾക്ക് 76% മാർക്കും. എന്നിട്ട് നീ മനസ്സരിച്ചവരെ പിരിഞ്ഞു പോകണമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം മുതൽ കഞ്ഞി കുടിക്കില്ല, കരച്ചില്ല. ഇന്നിപ്പോ 2 ദിവസമായി. എന്താ മക്കളെ? അച്ഛാ, ഞങ്ങളെ പിരിച്ചു വിടരുത്, പോവാൻ ഞങ്ങൾക്ക് ഇടമില്ല. അപ്പൻ മാനസിക രോഗിയാണ്, അമ്മ തളർന്നു കിടക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ സഹോദരങ്ങളും താങ്ങാൻ ആളുമില്ല. ഞങ്ങൾ ഇവിടെ വെച്ച് യേശുവിന്റെ സ്നേഹം അറിഞ്ഞതാ. തിരിച്ച് നാട്ടിലേക്ക് പോയാൽ ഞങ്ങൾ ചീത്തയായി പോകും. ഞങ്ങൾ വേശ്യ അവർക്ക് എടുക്കേണ്ടി വരും. അച്ഛാ, പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ എന്ത് പണി വേണേലും ചെയ്തോളാം, കഞ്ഞി കുടിച്ച് ഇവിടെ കിടക്കാൻ അനുവദിക്കണം. പവിഴം പോലെ 2 പെൺകുഞ്ഞുങ്ങൾ ഉത്തരം മുട്ടിപ്പോകുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞോ കത്ത് തീർപ്പിക്കോ, ഇപ്പൊ നിങ്ങൾ പോണ്ട. ഞാൻ തിരിച്ചു പോരുമ്പോൾ കണ്ണു തുടച്ചിട്ട് മദറിനോട് പറഞ്ഞു, മദറെ, ഈ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ച് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാനൊരു 3-4 കിലോമീറ്റർ മൂവ് ചെയ്തപ്പോൾ എനിക്ക് വിദേശത്തുനിന്നൊരു കോൾ വന്നു. നീ പരിചയമുള്ളൊരു ആൻറ്റിയാണ്. അച്ഛാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
എന്താ ഇനി ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാണ്. എന്താ, 5 കൊല്ലം മുമ്പ് എൻ്റെ മകനെ MBBS ചേർത്തിട്ട് എല്ലാ വിഷയത്തിനും തോറ്റിട്ട് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് അവനെ കൊണ്ടുവന്നത് അച്ഛൻ ഓർക്കുന്നുണ്ടോ? അന്ന് അച്ഛൻ അവനെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് നിറഞ്ഞൊഴുകുന്ന അവൻ്റെ കണ്ണ് തുടച്ചിട്ട് അച്ഛൻ പറഞ്ഞു, മോനെ, കർത്താവ് വലിയവനാണ്, ഇനി ഒറ്റ പരീക്ഷ നീ തോക്കൂല, നീ പോയി കണ്ടിന്യൂ ചെയ്യുക. അച്ഛാ, എൻ്റെ മോനെ MBBS പാസ്സായി, റിസൾട്ട് വന്നു, ഇന്നാണ് ഡോക്ടറാ. വേണ്ടി എനിക്കൊരു കൊതിയുണ്ടച്ചോ, എൻ്റെ മോനെ പാസ്സാക്കി തന്നു എൻ്റെ കർത്താവ്, ഏതെങ്കിലും ഒരു പാവപ്പെട്ട കൊച്ചിനെ എനിക്ക് പഠിപ്പിക്കണം. അച്ഛൻ പറയുന്ന കോഴ്സിന് ഞാൻ ആ കുട്ടിയെ പഠിപ്പിക്കും. ആൻറ്റി, ഇത് കർത്താവ് ഒരുക്കിയ നിമിഷങ്ങളാണ്. ഞാൻ ആ സംഭവം മുഴുവൻ പറഞ്ഞു. ഇങ്ങനെ 2 കുഞ്ഞുങ്ങളെ ഫേസ് ചെയ്തിട്ട് വരിക, 2 പേരെ പഠിപ്പിക്കാൻ എനിക്ക് ആവില്ല. ഒരു കുഞ്ഞിനെ ഞാൻ BSc നഴ്സിംഗ് പഠിപ്പിക്കും. ആൻറ്റി സ്പോൺസർ ചെയ്തവിടെ. ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാർ നിർത്തുമ്പോൾ പോർച്ചിൽ വണ്ടി നിർത്തി ഞാൻ താക്കോൽ ഊരുമ്പോൾ മദറിനെ കോൾ വന്നു. വരുമ്പോൾ അവരുടെ എഞ്ചിനീയർ ഇവിടെ വന്നിരുന്നു. ഒരു കൊച്ചിനെ BSc നഴ്സിംഗിന് പഠിപ്പിക്കാനുള്ള ഫുൾ എമൗണ്ടും തരാൻ അയാൾ തയ്യാറാണ്. ആദ്യത്തെ വർഷത്തെ ഫീസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇന്ന് ആ 2 മക്കളും BSc നഴ്സിംഗ് തേടി പഠിക്കുക. നിങ്ങളുടെ മക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കയറി പോകുമ്പോൾ എന്നും കടത്തിൻ്റെയും ഇല്ലായ്മയുടെയും കണക്ക് മാത്രം പറഞ്ഞ് ശീലിച്ച നമ്മൾ മക്കളെയും അത് പറഞ്ഞ് പഠിപ്പിക്കാതെ വേദനിക്കുന്നവരിലേക്ക്, കണ്ണുനീരൊഴുക്കുന്നവരിലേക്ക്, കഷ്ടപ്പെടുന്നവരിലേക്ക് കൈ തുറക്കാനുള്ള മനസ്സ്, അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള അച്ഛൻ്റെ പ്രസംഗങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഉള്ളു തുറന്നിട്ടുണ്ട്. ചില വർഷങ്ങൾ 3.5 വർഷം മുമ്പ് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. പ്രസംഗം നിർത്തി ഇറങ്ങുമ്പോൾ ഒരു കൊച്ചുമോടെ 9 വയസ്സുള്ള ഒരു മാലാക്ക കുട്ടി എന്നെ കാണാൻ പോകും. അവളുടെ അപ്പനും അമ്മയും കൂടെ ഉണ്ട്. എന്താ ചോദിച്ചു പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഈ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം. എന്താ? പോസിറ്റീവാണ് അച്ഛാ. അച്ഛൻ്റെ പ്രസംഗം കേട്ട മുതൽ ഈ കുഞ്ഞ് ആളാകെ മാറിപ്പോയി. എന്ത് പറ്റി? കഴിഞ്ഞ 1 കൊല്ലം അവൾ 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. കിട്ടിയ പണം മുഴുവൻ ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു. ബർത്ത്ഡേ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, പപ്പ, എൻ്റെ ബർത്ത്ഡേക്ക് എന്ത് തരും? നോക്കെന്താ വേണ്ടേ? എനിക്കൊരു നല്ല ഉടുപ്പ് വാങ്ങിച്ചു തരും. എത്ര രൂപയുടെ ഉടുപ്പ് പപ്പ തരും? മോള് പറഞ്ഞു, 500 രൂപ തരാം മോളെ. ആ കാശ് കൊണ്ട് തന്നിട്ട് എന്തിനാ? ഉടുപ്പ് വേണ്ട, പാത്രത്തിലുണ്ട്. ഗിഫ്റ്റ് കൊണ്ടുവരാൻ സാധ്യതയുള്ള മുഴുവൻ അങ്കിൾമാരെ ആൻറ്റിമാരെയും വിളിച്ചവൾ പറഞ്ഞു, ഗിഫ്റ്റ് കൊണ്ടുവരരുത്, പണം കൊണ്ടുവരും. അതെല്ലാം കിഴിയിട്ട് കൊണ്ടുവന്നില്ല. എന്തിനാ കുഞ്ഞ്? അച്ഛാ, എൻ്റെ പ്രായമോ അതിൽ താഴെ പ്രായമോ ഉള്ള ഏതെങ്കിലും പാവപ്പെട്ടൊരു കുഞ്ഞിന് ആഹാരമായോ വസ്ത്രമായോ മരുന്നായോ ഇത് കൊടുക്കണം. 9 വയസ്സുള്ളൊരു പെൺകുഞ്ഞ്. ഞാൻ ആ കിഴി വാങ്ങി ആ കുഞ്ഞിൻ്റെ തലയിൽ 2 കൈയും വെച്ച് അനുഗ്രഹിച്ചു കൊണ്ടത്. വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല. ആ കിഴിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി തുറന്ന് എണ്ണി നോക്കി. നിങ്ങൾ വിശ്വസിക്കുമോ പ്രിയപ്പെട്ടവരെ? 9 വയസ്സുള്ളൊരു കുഞ്ഞു മാലാഖ മോള് 1 കൊല്ലം കൊണ്ട് സമ്പാദിച്ചു വെച്ചത് 4,991 രൂപ. 9 രൂപ കൂടെ ഉണ്ടെങ്കിൽ 5000 രൂപയായി. സ്വന്തം വരുമാനമുള്ളവർക്ക്, ലക്ഷങ്ങൾ വരുമാനമുള്ളവർക്ക്, പാവപ്പെട്ടവരെ കുറിച്ച് എന്തെങ്കിലും കരുതാൻ പറ്റിയിട്ടുണ്ടോ? അന്ന് നേരം എടുത്തപ്പോ കുന്നയ്ക്കാൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് വാളകൾ കുന്നയ്ക്കാലിൽ നിന്ന് കോള് 2.5 വയസ്സുള്ള ബേസിൽ നിന്ന് കൊച്ചുമോന് ക്യാൻസറാണ്. അപ്പം ടാക്സി ഡ്രൈവറാണ്, ചികിത്സിക്കാൻ മാർഗമില്ല. ഓടിയ വീട്ടിലേക്ക്. ഈ കുഞ്ഞിൻ്റെ പണക്കിഴിയും വേറെ കുറേ കിഴികളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അവിടെ ചെന്ന കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ഏർപ്പാടാക്കി. ഒരുപാട് പേരെ ആ വഴിയിലേക്ക് പറഞ്ഞയച്ചു. ഒത്തിരി പേരെ സഹായിച്ചു. 1 കൊല്ലത്തോളം അല്ല 8 മാസം ആ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നു. വലിയ ഊന്തിയ വയറും കുഴിഞ്ഞ കണ്ണുകളുമായി ഞാൻ കണ്ട ബേസിനുമല്ല. 3 പ്രാവശ്യം ആ വീട്ടിൽ അച്ഛൻ പിന്നെ പോയി. 3ാമത്തെ പ്രാവശ്യം അച്ഛൻ ആ വീടിൻ്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ 2 അടി നീളമുള്ള ഒരു ശവപ്പെട്ടിക്കകത്തായിരുന്നു ബേസിന്. അപ്പനെയും ആ പെട്ടിയുടെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാൻ ഞാൻ ഒരുപാട് കണ്ണുനീർ ഒഴുക്കി. ആ കുഞ്ഞു പെട്ടിയിൽ കൈവച്ച് നിന്ന് ഒരു ചരമപ്രസവം വന്നു. ആ വീട്ടിൽ നിന്ന് പോന്നു. 4 മാസം കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് സന്തോഷ വാർത്ത, അവർക്കൊരാൺകുഞ്ഞ് പിറന്നു. ഞാൻ പിന്നെ പോയില്ല. അവിടെ സന്തോഷവേളയിൽ ഞാൻ ചെല്ലുക എന്നുള്ളത് അനിവാര്യമല്ല. പക്ഷെ കരയുന്നിടത്ത് ഞാൻ ചെല്ലണം, എനിക്കത് നിർബന്ധമാണ്. ആ കുഞ്ഞിനെ 8 മാസം പ്രായമുള്ളപ്പോൾ ആ വീട്ടിൽ നിന്ന് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു. അച്ഛനൊന്ന് ഇന്ന് വരാമോ? എന്ത് പറ്റി?
ഈ പിള്ളേരുടെ അപ്പന് സുഖമില്ല. എന്തു പറ്റി? ക്യാൻസർ. 33 വയസ്സുള്ള എൽദോസ്. പ്രിയപ്പെട്ടവരെ, അന്ന് പോയില്ല. 3-ാം ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നത് 1 ലക്ഷത്തോളം രൂപ നാട്ടുകാരോട് ഇരന്ന് വാങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേരെ ആ വഴിക്ക് പറഞ്ഞു വിട്ടു. എൽദോസിന്റെ ട്രീറ്റ്മെന്റ് RCCയിൽ ചിട്ടപ്പെടുത്തി. ആദ്യത്തെ പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, എൽദോസിനെ ട്രീറ്റ് ചെയ്തിട്ട് പ്രയോജനമില്ല, മജ്ജയ്ക്കകത്ത് പോലും ക്യാൻസർ. 1.5 കൊല്ലത്തെ പോരാട്ടത്തിനൊടുവിൽ ലക്ഷങ്ങൾ ചിലവഴിച്ചെങ്കിലും ഒരു ശവപ്പെട്ടി ആ വീടിന്റെ മുറ്റത്ത് വീണ്ടും വന്നെത്തി. നമ്മളിവിടെ ഇരുന്ന് തിന്ന് സുഖിച്ച് ആനന്ദിച്ച് വാഴുമ്പോൾ എല്ലാവരും സുഖത്തിലല്ല, എല്ലാവരും സംതൃപ്തിയിലല്ല. മിച്ചം വന്നിട്ട് ദാനം ചെയ്യാൻ ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. വിവേകമതികളാവുക. വീട് വിദ്യാലയമാണ്. മക്കളെ പഠിപ്പിക്കണം. എങ്ങനെയാണ് സമൂഹത്തെ കാണേണ്ടത്. നമ്മളൊരു ലെവൽ വിട്ട് മോളിലേക്ക് മാത്രം കാണാനിടയായാൽ നാളെ മക്കൾ നിലം കാണാതെ പോകും. ഗ്രൗണ്ട് കാണണം കുഞ്ഞുങ്ങൾ. നിങ്ങൾ ഈ നാട്ടിൽ വരുമ്പോൾ ഉല്ലാസയാത്രകളോ, ഓർഫനേജുകളോ, അനാഥാലയങ്ങളോ, ആശുപത്രികളോ നിങ്ങളുടെ സ്ഥിരം സന്ദർശന വേദിയാണ്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഗ്രൗണ്ട് ഉണ്ടാവും. ലൈഫിൽ വീട് വിദ്യാലയമാണ്. വീട് ദൈവാലയമാണ്. 4-ാമത്തെ പോയിന്റ് അതാണ്. വീട് ദൈവാലയമാണ്. ദൈവാലയത്തിന്റെ പ്രത്യേകത അത് വിശുദ്ധമാണ്, പരിശുദ്ധമാണ്. ഇത് ഒരുപാട് കളികൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. എന്തൊക്കെ കൂത്തുകൾ ഇവിടെ ആടിയിട്ടുണ്ട് എനിക്കറിയില്ല. പക്ഷെ ഇന്നിവിടെ ആരാധന അർപ്പിക്കപ്പെട്ടു. രാവിലെ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് വിശുദ്ധ കുർബാന തക്സയിലെ പ്രാർത്ഥന ചൊല്ലി താൽക്കാലിക ഒരു വീടും ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഹാജരായിരുന്നവർക്കറിയാം, ഞാനിതിന്റെ ഈ വാതിലിന്റെ ഇരുവശത്തും കുരിശുമുദ്രയിടുകയായിരുന്നു. വീട് ദൈവാലയമാണ്. വേദനയോട് പറയട്ടെ, ഇന്ന് പല വീടുകളും മദ്യശാലകളാണ്. ചില വീടുകളെങ്കിലും വ്യഭിചാരശാലകളാണ്. പാപം ചെയ്യാനുള്ള വേദിയാകരുത് വീട്. ദൈവാലയം പോലെ പരിശുദ്ധവും പരിപാവനവുമായി നമ്മുടെ വീടുകളെ നാം കാണണം. ദൈവത്തിന് ചേരാത്തത്, വചനത്തിന് നിരക്കാത്തത് നമ്മുടെ വീടിന്റെ പടിക്കകത്ത് വരരുത്, കൊണ്ടുവരരുത്. മക്കൾക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് കൊടുക്കരുത്. വീട് ദൈവാലയമാണ്. ദൈവാലയം പരിശുദ്ധമാണെന്ന് മാത്രമല്ല, അവിടെ നടക്കുന്നത് ആരാധനയാണ്. വീട് ആരാധിക്കാൻ വേർതിരിക്കണം. ഞാനിതിൽ ഈ മക്കളോട് പറഞ്ഞു, എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു വീട്. ഞാൻ ദീർഘവർഷങ്ങൾ പള്ളിയുടെ പാഴ്സനേജുകളിൽ താമസിച്ചു. ഒരു സ്വന്തം വീട് എന്നുള്ളത് സ്വപ്നമായി മാത്രം അവശേഷിക്കുമെന്നാണ് ഞാൻ എല്ലാ കാലത്തും ചിന്തിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ വീടിനെ കുറിച്ച് ഞാൻ സ്വപ്നം കാണുമായിരുന്നില്ല. എന്നാൽ 10 വർഷം മുമ്പ് എനിക്കൊരു വീടിനെ കുറിച്ച് സ്വപ്നം കാണാൻ ദൈവം ഭാഗ്യം തന്നു. സ്വപ്നം കാണാൻ തുടങ്ങിയത് മുതൽ എനിക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ട്. ഞാനൊരു വീട് പണിതാൽ അതിനകത്ത് എൻ്റെ കർത്താവിന് വേണ്ടി ഒരിടമുണ്ടാകും. എൻ്റെ വീടിൻ്റെ സ്കെച്ച് വരയ്ക്കാൻ വന്ന ആളോട് ഞാൻ പറഞ്ഞു, വീടിൻ്റെ ഒത്ത നടുവിൽ ഒരു മുറി വേണം, യേശുവിന് വേണ്ടി വേർതിരിച്ചു വയ്ക്കാൻ. അയാളത് പ്ലാൻ ചെയ്തു. ആ മുറി എൻ്റെ വീട്ടിലുണ്ട്. അവിടെ വന്നിട്ടുള്ള ആളുകളോട് ഇരിപ്പുണ്ട്. പ്രാർത്ഥന മുറി, ജീസസിന്റെ ചിത്രമുണ്ട്, കുരിശുണ്ട്, മെഴുകുതിരിയുണ്ട്, ബൈബിളുണ്ട്, ബൈബിൾ സംബന്ധമായ ഒരുപാട് ബുക്സ് ഉണ്ട്. ആ മുറിയിൽ ആരും താമസിക്കുന്നില്ല. അവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ധ്യാനിക്കുന്നതും പഠിക്കുന്നതും അവിടെയാണ്. ആ മുറിയിൽ ഇരിക്കുമ്പോഴാ കർത്താവ് എൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുടെ മുറിവുകൾ തന്നിട്ടുള്ളത്. സുവിശേഷത്തിന്റെ വജ്രം പോലുള്ള മൂർച്ച ശക്തി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവിനോട് ഞാൻ സംസാരിക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ വീട്ടിൽ കർത്താവിന് വേർതിരിക്കപ്പെട്ട ഒരു കോർണറെങ്കിലും ഉണ്ടോ? കൊച്ചു കൊച്ചു വീടുകളിൽ അതിന് ഇടമില്ലായിരിക്കും. പക്ഷെ വീട് ദൈവം വസിക്കുന്ന സ്ഥലമാണെന്ന ബോധം, ഇത് ദൈവാലയമാണ് എന്ന ആന്തരിക ബോധം, ഇത് വിശുദ്ധമാണ്, ആരാധിക്കേണ്ട സ്ഥലമാണെന്ന ബോധം. സ്വന്തം വീട്ടിൽ
മദ്യക്കുപ്പി ഫ്രിഡ്ജിലോ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അവസരം പോലെ എടുത്തു വെച്ച് വീട്ടിലിരുന്ന് മദ്യപിക്കുന്നവർ അറിയണം, ദൈവാലയം പോലെ പരിപാവനമായിരിക്കേണ്ട വീടിനെ ഒരു ബാറാക്കി മാറ്റരുത്. സാത്താൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല. ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. തലമുറകൾക്ക് നന്മയുണ്ടാവില്ല. തിരുത്തപ്പെടണം. മെൽബോണിലെ അച്ഛനെ പറഞ്ഞയച്ചത് കർത്താവിന് ചിലതൊക്കെ ഇവരോട് പറയാനുണ്ടായിരുന്നു. അത് പറയാൻ എനിക്ക് അനുവദിക്കപ്പെട്ട